പേര് അക്കൗണ്ട് രണ്ടുപേരും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെ ഇതില്ല. എനിക്കങ്ങനെ വന്നാൽ അവൻ ബ്ലോക്ക് ചെയ്യും, അവർക്ക് അങ്ങനെ വന്നാൽ ഞാനും ബ്ലോക്ക് ചെയ്യും. ഇപ്പം എന്താ ഇപ്പോൾ വിവാദങ്ങളൊന്നും കാണുന്നില്ലല്ലോ, എവിടെ പോയി കുറച്ച് കാലമായിട്ട്? കുറേയൊക്കെ വിവാദങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും ഞങ്ങൾ വെറുക്കൊന്നൊരു പേടിയുണ്ട്. ഞാനായിട്ട് സ്വയം ഒന്ന് മാറി നിന്നതാണ്. പിന്നെ എനിക്ക് വീട്ടിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ചിത്രവര അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കുറച്ച് കോൺസെൻട്രേഷൻ ചെയ്ത്, പിന്നെ ഓൾറെഡി നോമ്പൊക്കെ ആയില്ലേ, പിന്നെ ഒന്ന് ഒതുക്കാന്ന് വിചാരിച്ചു. പിന്നെ അടുത്ത സർജറി അടുത്ത് പ്ലാൻ ചെയ്തിട്ടില്ല, നോക്കണം, ഇൻഷാ അല്ലാഹ് ഉണ്ടാവും. സർജറിക്ക് ശേഷമുള്ള ആശയമായിട്ടുള്ള ലൈഫ് എങ്ങനെയുണ്ട്? ശേഷം ഒന്നും അങ്ങനെ വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെ പോകുന്നു, സ്നേഹമായിട്ട് പോകുന്നു. പിന്നെ സർജറി കഴിഞ്ഞപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഹാപ്പിനെസ് ഉണ്ട് മനസ്സിലെനിക്ക്. നമുക്ക് അങ്ങനെ ഒരു മാറ്റം വരുമ്പോൾ, നമ്മുടെ ശരീരത്തിലൊരു മാറ്റം വരുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമല്ലേ. നമ്മൾ ആഗ്രഹിച്ച ലൈഫിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അത് ഭയങ്കര ഒരു മാറ്റം, സന്തോഷമായിട്ട് കാണുന്നുണ്ട്. ഈ 1 ലക്ഷം 2 ലക്ഷം എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ വിശ്വസിക്കുന്നില്ല, എന്ത് സംഭവം? ആളുകൾ വിശ്വസിക്കുക മാത്രമല്ല, ആ സാരി തന്നെ ചേച്ചിക്ക് കുറേ ഓർഡറുകൾ വന്നു. ജാസ്തി കൊടുത്താൽ അതേ 1 ലക്ഷം സാരി കിട്ടുമോ, കല്യാണത്തിന് ഞങ്ങൾക്ക് അതേപോലെ ഗോൾഡ് വെച്ച് തുന്നി തരുന്നൊക്കെ ചോദിച്ചിട്ട്. സത്യം പറഞ്ഞാൽ ഞാൻ അന്ന് തമാശ രീതിയിൽ പറഞ്ഞതാണ്. പിന്നെ ഞാൻ പോകുമ്പോൾ ഞാൻ പറയും ചെയ്തത് ഇല്ല, പക്ഷെ അത് കട്ട് ചെയ്തിട്ടാണ് ഇട്ടത്. അതുകൊണ്ട് അങ്ങനെ വന്നത്. ആര്യ നല്ലൊരു ക്ലാസിക്കൽ ഡാൻസറാണ് കേട്ടോ. ഞാൻ ആര്യയുടെ ഫസ്റ്റ് ഡാൻസ് കണ്ട് ഫാനായ ഒരാളാണ്. എന്നിട്ടാണ് ഞങ്ങൾ നല്ല ഫ്രണ്ട്സായി മാറിയത്. ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ ചുമ്മാ തമാശയൊക്കെ ഇതാകും. എനിക്ക് ഭയങ്കര ഇഷ്ടം. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, 10th ഒക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ സെമി ക്ലാസിക്കലിനൊക്കെ ചേരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്ലാസിക്കൽ ഡാൻസ്. അന്ന് തൊട്ടേ ഈ ഡാൻസിനോടൊക്കെ താല്പര്യമുണ്ടല്ലേ? അന്ന് തൊട്ടേ ഡാൻസിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. തന്നെ പുരാഭാസം കെട്ടി ആടിയപ്പോൾ കളങ്കപ്പെട്ടത് ദൈവദത്തമായ ഒരു കലയാണ്. എൻ്റെ കാലുകൾക്ക് ഇനി ഈ ചിലങ്ക കെട്ടുള്ള യോഗ്യതയില്ല. ഉള്ളിൽ 1000 മുള്ള കുത്തി വെക്കുന്ന വേളയിലും എനിക്ക് സന്തോഷിക്കാൻ ഇത് ഞാനിവിടെ ഉപേക്ഷിക്കുകയാണ്. എന്നെ നോക്കിമായി സിനിമയൊന്നും കിട്ടാതെ ഇത്രയൊക്കെ അഭിനയിച്ചു. എനിക്ക് സിനിമ കിട്ടുന്ന ഞാൻ പറഞ്ഞല്ലേ. പിന്നെ എല്ലാവരും അവസാനം ചെയ്യുന്നവരൊക്കെ പറയുന്നത് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ. സീരിയസ്ലി ഞാൻ നോണ പറയുന്നല്ല, മലയാള സിനിമയിൽ അത് എന്ത് കണ്ടിട്ടാണെന്ന് അറിയില്ല. നമുക്കിപ്പോൾ ട്രാൻസ് ആണെങ്കിലും ആയിക്കോട്ടെ, ഇനിയിപ്പോൾ സർജറി കഴിഞ്ഞ ആൾക്കാരായിക്കോട്ടെ, അല്ലെങ്കിൽ കുറച്ച് സർജറി കഴിഞ്ഞ ആൾക്കാരാണ്, എല്ലാവരോടും ചോദിക്കുന്നൊരു കാര്യമാണ്. അഫ്കോഴ്സ് ലേഡീസിനുണ്ടാവുന്നത് പോലെ തന്നെ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആ കുട്ടികൾക്കും അത്തരം അനുഭവങ്ങളുണ്ട്. അത് ചിലരും തുറന്ന് പറയാതുകൊണ്ടായിരിക്കാം. എനിക്ക് ഉണ്ടായിട്ടുണ്ട്, ഞാനത് തുറന്ന് പറഞ്ഞിട്ടുണ്ട് ഇൻ്റർവ്യൂസിലൊക്കെ. ഞങ്ങൾക്കൊരു മോശം അനുഭവം ഉണ്ടായിരുന്നു. തമിഴ് മൂവി വിളിക്കുന്ന ആൾക്കാരൊക്കെ ഇത് ചോദിക്കുന്നുണ്ടോ? എനിക്ക് 2-3 മൂവീസ് മാത്രമേ വന്നിട്ടുള്ളൂ. ഒന്ന് തമിഴാണ് വന്നത്. തമിഴ് മൂവി വന്നിട്ട് ഏകദേശം എല്ലാം ഓക്കെ ആയിരുന്നു. പിന്നെയാണ് ഇങ്ങനെ ചോദിച്ചത്. അത് മലയാളമായിരുന്നു. മലയാളത്തിൻ്റെ ആളായിരുന്നു എൻ്റെ ഇത് എന്താ പറയുക, ഇത് ചെയ്യുന്ന ആൾക്കാർ എടുക്കുന്ന ആള്, കാസ്റ്റിംഗ് ഡയറക്ടർ. അപ്പോൾ എന്നോട് ഇങ്ങനെ ചോദിച്ചു, മലേഷ്യയിലായിരുന്നു ഷൂട്ടിംഗ് ഒക്കെ. അപ്പം അങ്ങനെ ഒരു മോശം അതുകൊണ്ട് താല്പര്യമില്ല. നമുക്ക് അങ്ങനെ നല്ല കഥാപാത്രമല്ല. ആ ഒരു സിനിമയിൽ ഒരു കുഞ്ഞു കഥാപാത്രമാണെങ്കിലും നമ്മുടെ ആ ഒരു സിനിമ കാണുമ്പോൾ നമ്മളെ ഓർത്തിരിക്കാൻ, നമ്മുടെ സ്പേസ് അല്ലെങ്കിൽ നമ്മുടെ ഫേസ് ആ ഒരു സ്ക്രീനിൽ കാണാൻ അവസരങ്ങൾ കിട്ടും. നല്ല അവസരങ്ങൾ വരട്ടെ. പിന്നെ ചോദിക്കുന്നത്, ഇപ്പോൾ ജാസിക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായില്ലേ? ഒരുപാട് ആൾക്കാർ സിനിമയിൽ വരുന്നുണ്ട്. അവരൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് തയ്യാറായിട്ട് വന്നായിരിക്കും. എല്ലാവരും ഞാൻ അങ്ങനെ പറയുന്നില്ല. ചിലപ്പോൾ മേ ബി ചില ആൾക്കാരൊക്കെ അങ്ങനെ ആയിരിക്കാം. പക്ഷെ എല്ലാവരും നമുക്ക് ആ ഒരു ഇപ്പോൾ നല്ല സിനിമ എടുക്കുന്ന ആൾക്കാരുണ്ട്, നല്ല ഡയറക്ടേഴ്സുമാരുണ്ട്, നല്ല ചില ആൾക്കാരെ പറയില്ല, ഒരു എന്താണ് ഒരു സിനിമയിലുള്ള ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ശരിക്കും ഫാമിലി പോലെയായിരുന്നു എന്നൊക്കെ. അങ്ങനെ നല്ല നല്ല ആൾക്കാരുണ്ട്. പിന്നെ എല്ലാ ഫീൽഡിലും ഉണ്ട്, സിനിമ എന്നല്ല, എല്ലാ ഫീൽഡിലും ഈ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലില്ലേ, എല്ലായിടത്തും ഉണ്ട്. സേഫായി നടക്കുക. ഈ സോഷ്യൽ മീഡിയയിൽ മോശം പിന്നെ ചാറ്റിംഗ് ഒക്കെ വരാറുണ്ട്. എനിക്കല്ല, എനിക്ക് ഓൾറെഡി എനിക്ക് ആഷിലൊക്കെ എൻ്റെ പാർട്ട്ണറായിട്ട് എൻ്റെ കൂടെ ഉണ്ടല്ലോ. കുറേ വർഷങ്ങളായിട്ട് എല്ലാവർക്കും അറിയാമല്ലോ എൻ്റെ കൂടെ ഉണ്ടെന്ന് ആഷി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്ര മോശം ചാറ്റുകളൊന്നും അങ്ങനെ വരാറില്ല. ലൈക്ക് ഇങ്ങനെ ഇഷ്ടമാണ്, ആഷിനെ ഉപേക്ഷിച്ച് വരിക അങ്ങനെയൊക്കെയുള്ള അങ്ങനത്തെ ചാറ്റുകളൊക്കെ വരാറുണ്ട്. എന്നല്ലാണ്ട് അങ്ങനെ മോശം ചാറ്റുകൾ, അങ്ങനെ ഒരു ലൈംഗിക ചുവയുള്ള ചാറ്റുകളൊക്കെ ഭയങ്കര കുറവാണ്. അത്രയും ഇല്ല. കാരണം അതിൻ്റെ കൂടെ ഉൾപ്പെടെ പാർട്ട്ണർ ഉള്ളതുകൊണ്ട് എനിക്ക് അത്രയും ചാറ്റുകൾ വളരെ കുറവാണ് വരുന്നത്. ഉണ്ടെങ്കിലും ആശി ശാരീരികമായും എനിക്കൊരു മെസ്സേജ് വന്നാൽ ഓൾറെഡി അത് ആശി കാണും. ഞങ്ങൾ രണ്ടുപേരുണ്ട്.
ഇപ്പോൾ ബറാത്തല്ല, ഞാൻ ഓൾറെഡി വീടൊക്കെ ഞങ്ങൾ അവിടെ നനച്ചുകുളി എന്ന് പറയും, വീടൊക്കെ വൃത്തിയാക്കി നോമ്പിന് വേണ്ടി നമ്മൾ വരവേക്കും, നോമ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാം വൃത്തിയാക്കി എല്ലാം പൊടിയൊക്കെ തട്ടി വൃത്തിയിൽ വെക്കുന്നത് നല്ലതാണെന്നൊക്കെ പറയുന്നത്, അതേപോലെ ഫോളോ ചെയ്യുന്നുണ്ട് ഞാൻ എൻ്റെ കാര്യം ഞാൻ ജനിച്ചത് മുസ്ലിം ആയിട്ടാണ്, മരിക്കുന്നതും മുസ്ലിം ആയിട്ട് തന്നെയാണെന്നാണ്, മുസ്ലിം ആയിട്ട് തന്നെ മരിക്കണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. പിന്നെ ആശിക കൂടെ രണ്ടുപേരും ഒരുമിച്ച് നോമ്പെടുക്കാനായിട്ട് എത്ര വർഷമായി? കുറേ ആയി, ഒരു 10 ഇട്ടില്ല, ഒരു 8-7 വർഷമൊക്കെ എന്തായാലും ആയി. മറ്റേ അവൻ റാസൽ കൈമുള്ള സമയത്ത് എന്നെ കാണാൻ വേണ്ടി വരും, ഇടയ്ക്ക് ഞാൻ അങ്ങോട്ട് പോകും, അങ്ങനെയായിരുന്നു. പിന്നെ ഞങ്ങൾ ദുബായിൽ ഒരുമിച്ച് തന്നെയില്ലായിരുന്നു, ആ സമയത്തൊക്കെ ഞങ്ങൾ ഒരുമിച്ച് തന്നെ നോമ്പെടുക്കാറ്, ഒരുമിച്ച് തന്നെ വർക്കും ചെയ്യുന്നതൊക്കെ, ഷോപ്പിലൊക്കെ പോകുന്നതൊക്കെ. റാസൽ ഖൈമിലെ ചെറിയ വീട്ടിൽ അല്ല വലിയ വീട്ടിൽ തനിച്ചായിരുന്നു? ഞാൻ തനിച്ചായിരുന്നു, പക്ഷെ ഇപ്പം ഭയങ്കര ഹാപ്പിയാണ്. ജാസിയുടെ പോയി ഞാനത് ഒരു വലിയ സർപ്രൈസ് നിങ്ങളോട് എല്ലാവരും പറയാനിരിക്കുകയായിരുന്നു. ഞങ്ങൾ ഒരു ഷോപ്പ്, ഒരു ജെൻസ് ഷോപ്പ് ഉടനെ തന്നെ ഇനാഗുറേഷൻ ഉണ്ടാവും. ആഷിയും പിന്നെ വേറൊരു പാർട്ട്ണർ കൂട്ടാണ് ചെയ്യുന്നത്. പിന്നെ എല്ലാവരും ചോദിക്കാറുണ്ട്, ഇവൻ എൻ്റെ ഡ്രസ്സ് സെലക്ഷൻ കണ്ടിട്ട് ഒരുപാട് പെൺകുട്ടിയോട് ചോദിക്കാറുണ്ട്, ജാസ്തി എവിടെ സാരി എടുക്കുന്നത്, ചുരിദാർ ഇടുന്ന വാങ്ങുന്നതൊക്കെ. അതുപോലെ ആഷിക്ക് കുറേ മെസ്സേജ് വരാറുണ്ട്, ആഷിൻ്റെ പോലത്തെ ട്രെൻഡ് ഡ്രസ്സുകൾ, ഇതേപോലെ ഒരു യോയോ ഡ്രസ്സൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ അതേപോലത്തെ ഒരു കോസ്റ്റ്യൂം നമുക്ക് കൊച്ചിയിൽ ഇനി മുതൽ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും. ആഷി ഞാനും മാഷാദ് ഒരു ഷോപ്പ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇനി ഇനാഗ്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്തായാലും നോമ്പിന് മുമ്പായിട്ട് തന്നെ ഇനാഗ്രേഷൻ, പെരുന്നാൾ മുമ്പായിട്ട് ഇനാഗ്രേഷൻ ഉണ്ടാവും. എല്ലാവരും വിളിക്കും, എല്ലാവരും വന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ഇതേപോലത്തെ സ്നേഹം ഇതൊക്കെ എപ്പോഴും കൂടെ വേണം.